ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയണം മച്ചാന്മാരെ. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കൊക്കെ അടിച്ച് കമൻ്റൊക്കെ അടിച്ച് പവറാക്കുക മച്ചാന്മാരെ. നമ്മളിന്ന് പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളെ പേര് MRC മിൻഹാജ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് പിന്നാലെ കൂടി ഫോളോ ഒക്കെ ചെയ്യുക, സബും ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ മാത്രമേ കണ്ടന്റ് ഇട്ടിട്ടുള്ളൂ. കണ്ടന്റ് പറയാനൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇതിൻ്റെ മുകളിൽ കൊടുക്കാറുണ്ടതാ ഇതിലിങ്ങനെ കൊടുക്കുക. ഒന്ന് അടിച്ചു നോക്കിയിട്ട് കിട്ടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഫുള്ള് പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്, സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഉദ്ദേശിച്ചത്. തുറന്നാൽ ഫുള്ള് തൊപ്പിൻ്റെയൊക്കെ നല്ലൊരു പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തൊപ്പിനെ നല്ല ഇഷ്ടമാണ്. ഞാൻ തൊപ്പിനെ കണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രീമിങ്ങിനെ തുടങ്ങാറ്. ഇവിടെ നല്ല ചൂടാണ്, വേർക്കുണ്ട്. അതിന് കുഴപ്പമില്ല. തൊപ്പിനെ കണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ ചാനൽ തുടങ്ങാൻ തന്നെ നമ്മൾ കാരണം ഉള്ള കാര്യം പറയാമല്ലോ. നമ്മൾ നോണാലും നമുക്ക് ഇഷ്ടമല്ല. നമ്മളുള്ള കാര്യങ്ങൾ മൊത്തം നോക്കി പറയും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള തൊപ്പിൻ്റെ വിഷയം വർത്തമാനം പറയാനാണ് മച്ചാന്മാരെ. എടാ ഞാനിപ്പോൾ ഒരു MRC കൊണ്ട് ഗ്യാങ് തുടങ്ങി. MRC പറഞ്ഞിട്ടൊരു ഗ്യാങ് തുടങ്ങി എന്ന് കരുതിക്കോളി നിങ്ങൾ. ഞാൻ കുറച്ച് ഫ്രണ്ട്സുകളെ കൊടുന്ന് നമ്മൾ ചില്ലായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അടുത്താകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഓപ്പണായി പറയുമല്ലോ. അതേപോലെ പറഞ്ഞ സംഭവത്തിൽ ആകെ പാൾട്ട് പറ്റിയത് അത് തന്നെ ഉള്ളൂ. വേറെ ഒന്നും പാൾട്ട് പറ്റിയിട്ടില്ല എന്നാണ് ഓലെ വർത്തമാനത്തിൽ ഇച്ച് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും മച്ചാന്മാരെ. ഞാൻ എൻ്റെ ഒരു വിഷയത്തിൽ ഇത് പറയാനുള്ളത്, ഇപ്പോൾ ആസിഫൊക്കെ നല്ലതായിട്ട് ട്രോൾ ചെയ്യണോ, ആസിഫൊക്കെ നല്ല രീതിക്കിട്ട് ട്രോൾ ചെയ്യണോ, നല്ല രീതിക്കിട്ട് ഫാൻ പേജിട്ട് എല്ലാവരും നല്ല രീതിക്ക് ഓനെ ട്രോളും ചെയ്തിരിക്കണോ, നല്ല രീതിക്ക് യൂസ് ചെയ്തിരിക്കണോ എൻ്റെ കണ്ടൻറ്റ്. എന്തായാലും ഈ അനാൻഷാൻ്റെ കണ്ടൻറ്റ് വന്നില്ല പ്രശ്നം വന്നത് പാവം. അത് ഈ ഷെമീറിനെ വേണം പറയാൻ. ഓന് കളിപ്പിച്ചുകൂട്ടി, അത് ഉറപ്പിനെ കളിപ്പിച്ചുകൂട്ടിയാടാ. ഓനക്ക് അറിയാം ഇതിൽ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ ഭാഗത്തേക്ക് എല്ലാവരും തിരിയുമെന്ന് അറിയാം. ഓൻ പറയണത് ആണെന്ന്. അല്ലെങ്കിൽ തന്നെ ബട്ട് നമ്മളൊരു ഫേമസ് ആയ ഒരു യൂട്യൂബറിനെ അങ്ങനെ പറയാൻ പറ്റൂല. അത്രയും വലിയ ഫേമസ് ആയ യൂട്യൂബറിനൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഓനോട് ചോദിക്കുക, മറ്റേ യൂട്യൂബറിന് അനാൻഷനോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഇത് പറയാതിരിക്കാൻ പറ്റൂല, ആൾക്കാർ അവൻ്റെ സ്വഭാവം അറിയില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് ഓൻ കാട്ടിയത് എന്താ, ഹനാൻ ഷാൻ്റെ ആണ് പറഞ്ഞു തുടങ്ങി. ബട്ട് എങ്കിലും ഞാനിപ്പോഴും തൊപ്പിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കണം മച്ചാന്മാരെ. ഈ ഒരു പ്രശ്നത്തിൽ ഓക്കെ, അതങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. തൊപ്പിനെ പറയുമ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരാളാണ് അനാൻഷ. അങ്ങനെയാണ് ഇങ്ങനെയാണ്. മറ്റേ അനാൻഷനെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് കണ്ട വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു കാണുമ്പോൾ ഒരു രസമായിരുന്നു. ഇവിടെ ലൈവ് തന്നെ കാണുമ്പോൾ നമുക്കൊരു രസമായിരുന്നു മച്ചാന്മാരെ. ബട്ട് ഫസ്റ്റ് ഇത് തൊപ്പിൻ്റെ രസം ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. പിന്നെ മമ്മു അങ്ങനെ ഓരോരുത്തർ ആൾക്കാർ വന്നത് പ്രശ്നമായത്. ആ മമ്മൂനെയൊക്കെ വർത്താനം നോക്ക്, അള്ളാ, അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ല പാവൻ ചെറുക്കൻ എത്ര കഷ്ടപ്പെട്ടാണ് കൊടുന്നറിയോ. എന്നിട്ടും അള്ളാ അവൻ്റെ മോതടിച്ച് കുത്താൻ തോന്നുന്നു തൊപ്പിയെ പാവം. എന്നിട്ട് അതുമല്ല ഇപ്പോഴത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ MRC എന്നുള്ള ടാഗ് ഉണ്ടല്ലോ, MRZ എന്നുള്ള ടാഗ് ഉണ്ടല്ലോ ഓരേ തൊപ്പിൻ്റെ MRS തൊപ്പി അതുള്ള ടാഗുകൾ. ഇപ്പോൾ ഇത്രയും കാലം ഞാനൊരു കാര്യം പറയാം, നമ്മളിതിന് മുന്നേ ഒന്നും ആ MRC എന്നുള്ള ടാഗ് നമുക്ക് അറിയില്ല. തൊപ്പി ഒന്ന് ഫേമസ് ആയപ്പോൾ തൊപ്പിൻ്റെ മുന്നത്തെ ഒരു പേരാണ് MRZ. അത് തൊപ്പി ഫേമസ് ആയപ്പോൾ അപ്പോൾ അതിന് തൊപ്പിനെ പറഞ്ഞില്ല. മുന്നത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്, ഈഗളുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈഗിൾ ഫേമസ് ആയതിനെ അറിയണത് എങ്ങനെ,
ഈ തൊപ്പിന്ന് തൊപ്പി പറഞ്ഞിട്ടാണ് ഈഗിളിനെ കുറേ പേർക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടാവുക. സത്യം, ഈഗിളിനെ കുറേ പേർക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടാവുക ഈ തൊപ്പി പറഞ്ഞിട്ടാണ്. ഞാൻ സത്യം പറയാം, എനിക്ക് ഈഗിളിനെ ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ തൊപ്പി ദർസിലൊക്കെ പഠിക്കുമ്പോൾ